ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഫാമിലി ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. ഇന്നലെ നമ്മൾ പറശ്ശിനിക്കടവും അതുപോലെ അതിനടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയിട്ട് ഓൾറെഡി നമ്മൾ ആ ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. ആക്ച്വലി ഈ ട്രിപ്പ് ഒരു വൺ ഡേ ട്രിപ്പ് പോലെ പറശ്ശിനിക്കടവ് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. പിന്നെ എന്തായാലും വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഇറങ്ങിയതല്ലേ. അപ്പോൾ വയനാടും കൂടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഒരു ദിവസത്തേക്കും കൂടെ ട്രിപ്പ് എക്സ്റ്റെൻഡ് ചെയ്തത്. നമ്മൾ പോകുന്ന വഴിക്കാണ് കൊട്ടിയൂർ അമ്പലം. അപ്പം നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് സൈഡാക്കിയിട്ട് അമ്പലം ഒന്ന് പുറത്തുനിന്ന് കണ്ടു. ഇവിടുത്തെ ഒരു ആംബിയൻസ് കാണുമ്പോൾ തന്നെ എന്തായാലും ഒരു ദിവസം ഇങ്ങോട്ടേക്കായിട്ട് തന്നെ വരണമെന്ന് തോന്നി പോവാണ്. രാവിലെ 5 മണിക്കാണ് കേട്ടോ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങിയത്. എവിടെയെങ്കിലും കുറച്ച് കോടയൊക്കെ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ വന്നതാണ്. പക്ഷേ മെയ് മാസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മൾ പാൽച്ചുരം വഴിയാണ് കേട്ടോ ഒന്ന് വയനാട്ടിലേക്ക് കയറുന്നത്. ശരിക്കും വയനാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏതൊക്കെ സ്ഥലങ്ങൾ കാണണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ വയനാട് സ്ഥലങ്ങൾ തമ്മിൽ കുറച്ച് ദൂരം ഉണ്ടല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ആദ്യം തന്നെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന അതുപോലെ കാടൊക്കെ ഉള്ള കുറച്ച് ഒരു വൈബുള്ള സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആദ്യം കുറുവാദ്വീപ് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ കുറുവാദ്വീപിലേക്ക് പോകുന്നതിൻ്റെ അവിടെ തന്നെയുള്ള തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചെറിയ ടൗണിൽ നിന്നാണ് നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചത്. നമ്മളിങ്ങനെ രാവിലെ തന്നെ യാത്രയ്ക്കൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നിർവൃതി ഉണ്ടാവില്ലേ. അതായിരുന്നു കേട്ടോ എനിക്ക് ഈ ഫുഡ് കഴിച്ചപ്പോൾ തോന്നിയത്. അത്രയും അടിപൊളി ഭക്ഷണമായിരുന്നു. ഞാൻ എനിക്ക് ആ ഹോട്ടലിൻ്റെ പേരോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ തോന്നിയില്ല ആ ടൈമിൽ. അതെനിക്ക് വലിയ നഷ്ടബോധമായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. കിടിലം ഫുഡായിരുന്നു. പാലപ്പവും ബീഫും ആയിരുന്നു കേട്ടോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ അമ്മയ്ക്ക് വെള്ളയപ്പവും കടലക്കറി അടിപൊളിയായിരുന്നു എന്ന് അമ്മ പറഞ്ഞു. മൊത്തത്തിൽ നല്ല ഒരു ചെറിയ കടയാണെങ്കിലും നല്ല ഫുഡ് നമുക്ക് കിട്ടി. നമുക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വഴിയിലൂടെ യാത്ര ചെയ്തിട്ട് നമ്മൾ കുറുവാദ്വീപിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. ഈ ചിരി വേറൊന്നും കൊണ്ടുമല്ല, നല്ല അസലായിട്ട് പണി കിട്ടി. നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് എൻട്രി ടിക്കറ്റ് കിട്ടിയില്ല. ഒരു ദിവസം 240 പേർക്ക് അവിടെ എൻട്രി ടിക്കറ്റ് ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. ഓൾറെഡി 240 പേരൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് പേര് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞു ഇതിന് ഇങ്ങനെ ഒരു എൻട്രൻസ് മാത്രമല്ല, ഗേറ്റ് 2 എന്ന് പറഞ്ഞിട്ട് വേറൊരു എൻട്രൻസും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും വന്നതല്ലേ, ഇനിയിപ്പോൾ ഒരു 10 കിലോമീറ്ററും കൂടെ യാത്ര ചെയ്താലും കുഴപ്പമില്ല, നമ്മളെന്തായാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. അധികം നാളായിട്ടില്ല എന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു നിയമം വന്നിട്ട്. കാരണം ഇത് പണ്ട് ടൂറിസം വകുപ്പിൻ്റെ കീഴിലായിരുന്നു ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആദ്യം ഒരു ചെറിയ നിരാശ തോന്നിയെങ്കിലും പിന്നീട് അങ്ങോട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ശരിക്കും ഒരു 10 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യേണ്ടി വന്നെങ്കിലും കിടിലം റൂട്ടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നിരുന്നത്. നിറയെ കാടൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം ഒന്ന് ചെറുതായിട്ട് പേടിച്ചു ഇത്രയും വണ്ടിയൊക്കെ കണ്ടപ്പോൾ. ഇവിടെയും പണി പാളിയോ എന്ന് വിചാരിച്ചു. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ അവിടെ ഗാർഡൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ 100 പേരെ ആയിട്ടുള്ളൂ എൻട്രി കിട്ടുമെന്ന് പറഞ്ഞു. 939 രൂപയാണ് നമുക്ക് 4 പേർക്ക് കൂടെ ചാർജ് ആയത്. അതുപോലെ തന്നെ വണ്ടി പാർക്കിംഗ് കൂടെ ഇതിൽ ഉൾപ്പെടും. നമ്മൾ പൈസ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊന്ന് ഓവർ പ്രൈസ്ഡ് അല്ലേ എന്ന് നമ്മൾ തോന്നിപ്പോകുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ അധികം റിസ്ക് ഒന്നും ഇല്ലാതെ എന്നാൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. കുറച്ച് കാടിൻ്റെ ആംബിയൻസ് ഒക്കെ അവർക്കായിരിക്കും ഇത് കുറച്ചും കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുക. കാരണം അങ്ങോട്ട് ദ്വീപിലേക്ക് ചെന്നാലും നമുക്ക് വലുതായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് അവിടെ പോയിട്ട് കുറച്ച് ദൂരം നടക്കുക, അതുപോലെ തന്നെ ആ ഒരു പുഴയിൽ കുറച്ച് നേരം ഇറങ്ങി കളിക്കുക, അതൊക്കെ തന്നെയുള്ളൂ ഇവിടെ കാര്യമായിട്ട്.
ഏകദേശം ഒരു 10-30 ആൾക്ക് കയറാൻ പറ്റുന്ന ഇതുപോലൊരു മുള കൊണ്ടുള്ള ചങ്ങാടത്തിലാണ് നമ്മളെ അപ്പുറത്തെ ദ്വീപിലേക്ക് ഇവരെത്തിക്കുക. അത്യാവശ്യം നല്ല വെയിലുള്ള സമയമായിരുന്നു കേട്ടോ, നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിറയെ മരങ്ങളായതുകൊണ്ട് തന്നെ ഒരു തണുപ്പൊക്കെ എന്തായാലും കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. മുളയാണ് ഇവിടുത്തെ മെയിൻ കേട്ടോ, കാരണം ഈ പാലം കണ്ടോ, ഇത് മുള കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹട്ടുകൾ, നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ചെറിയ ഇരിപ്പിടങ്ങൾ, ഇതൊക്കെ ഇവർ മുള കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഈ ചെങ്ങാടത്തു നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. കബനി നദിയുടെ ഭാഗമാണ് ഇവിടെ ഈ ഒഴുകുന്നതൊക്കെ. പുഴ ആകെ കലങ്ങി മറിഞ്ഞിട്ടായിരുന്നു കേട്ടോ, വെള്ളമൊന്നും അത്ര ക്ലിയർ വാട്ടർ ആയിരുന്നില്ല, മഴയൊക്കെ പെയ്തതുകൊണ്ടായിരിക്കാം. സംഭവം ഇതൊരു വലിയ ഏരിയ ആണെങ്കിൽ കൂടെ നമുക്ക് പുഴയിലൊക്കെ ഇറങ്ങി കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കിയൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഇരു സൈഡിലും ഇങ്ങനെ കമ്പിയൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത് കാണാം, അവിടേക്കൊന്നും നമുക്ക് കയറാനൊന്നും പാടില്ല. പിന്നെ ഈ സൈഡിൽ തന്നെ പുഴയിൽ മുതലകളൊക്കെ ഉണ്ടാവും എന്നുള്ള സൈൻ ബോർഡും ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് കേട്ടോ നമുക്ക് ഇറങ്ങാനും പുഴയിൽ ഇറങ്ങാനും കുളിക്കാനൊക്കെ പറ്റിയാണ് ഒരു ഏരിയ. രാവിലെ ആയിരുന്നിട്ടും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെപ്പോലെ ഗേറ്റ് 1 പോയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്നവരായിരിക്കും കൂടുതൽ പേരും. എന്തായാലും നമ്മളവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. നമ്മളങ്ങനെ പുഴയിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കാൻ വേണ്ടി ഇറങ്ങിയെന്ന് മാത്രം. എന്തായാലും വിചാരിച്ചതിൽ കൂടുതൽ സമയം നമ്മളവിടെ ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ബോണീറ്റ ബാണാസുര എന്ന് പറഞ്ഞ ബാണാസുര ഡാമിനടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മലകളുടെ മുകളിലൊക്കെ ആയിട്ട് മഴക്കാറും അതുപോലെ കോടയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ സന്തോഷമൊക്കെ തോന്നിയിട്ടോ. ചിലപ്പോൾ ഇനി അങ്ങോട്ട് നല്ല ക്ലൈമറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഭക്ഷണവും കഴിച്ചിട്ട് നമ്മൾ വൈകിട്ടാകുമ്പോൾ ബാണാസുര ഡാം കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടേക്കൊക്കെ വരുമ്പോൾ എനിക്ക് പഠിക്കുന്ന സമയത്ത് ടൂർ വന്നിട്ടുള്ള ആ ഒരു നൊസ്റ്റാൾജി ആയിരുന്നു എനിക്ക് മൊത്തത്തിൽ. എൻ്റെ സ്കൂൾ ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൂർ വന്നിട്ടുള്ള സ്ഥലമാണ് വയനാട്. നടന്നിട്ടാണ് നമ്മൾ ഡാമിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ ഈ വഴിയാണ് പോകേണ്ടത്. അതല്ലാതെ ഇവിടെ ബസ് സർവീസ് ഉണ്ട്, നമ്മളെ ഡാമിൻ്റെ മുകളിൽ വരെ ബസ്സിൽ കൊണ്ടെത്തിക്കും. അതിന് ഒരാൾക്ക് 25 രൂപയാണ് ചാർജ്. ഡാമിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്കിവിടെ കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്കും അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനും ഒക്കെ ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഇവിടെ സ്പീഡ് ബോട്ട്, കയാക്കിങ്, പെഡൽ ബോട്ടിങ് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പുറകിൽ ബാണാസുര ഹില്ലാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ മലനിരകൾ ഇങ്ങനെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ വൈകിട്ടായതുകൊണ്ട് തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്നപ്പോൾ എനിക്കൊരാഗ്രഹം സ്പീഡ് ബോട്ടിൽ കയറണമെന്ന്. ഞാൻ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓൺലൈനായിട്ട് നോക്കിയപ്പോൾ ഒരേ ഒരു സ്പീഡ് ബോട്ട് മാത്രമേ ലാസ്റ്റായിട്ട് അവൈലബിൾ ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും കൂടെ അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടായിരിക്കണം സൈറ്റ് മൊത്തത്തിൽ ബ്ലോക്കായിട്ട് അത് ആർക്കും കിട്ടാത്തൊരവസ്ഥയായിട്ടോ. അപ്പോൾ ആ ഒരു ആഗ്രഹവും അങ്ങോട്ട് നടന്നില്ല. അപ്പോൾ പിന്നെ റൂമിലേക്ക് തിരിച്ചു വന്നു. നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ബാണാസുര ഡാം കാണാം കേട്ടോ. ചെറിയൊരു വ്യൂ ഉണ്ട്, ഫോണിൽ അത് അത്ര തന്നെ അങ്ങോട്ട് ക്ലിയർ അല്ല. അതുപോലെ തന്നെ താഴെ ഒരു ചെറിയ കാപ്പിത്തോട്ടമൊക്കെയാണ് കാണാൻ പറ്റുന്നത്. തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ അച്ഛൻ്റെ നമ്മുടെ റൂം. അവരുടെ ബാൽക്കണിയൊക്കെ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഈ ഒരു ദിവസം നമ്മൾ പിന്നെ വേറെ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് റൂമിൽ വന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു.
അപ്പോൾ തൊട്ടടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ ഒരു നല്ല കട്ടൻ കാപ്പി കുടിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കുറച്ചുകൂടെ നേരത്തെ എഴുന്നേറ്റ് നോക്കിയിരുന്നു കോട വല്ലതും ഉണ്ടോ എന്നൊക്കെ, പക്ഷേ ഒരു ചെറിയ തണുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളിവിടുന്ന് ചെക്കൗട്ടാണ് കേട്ടോ. രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും ഉള്ളത് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കേണ്ട ഒരു തിരക്കിൽ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഇവിടെ ഒന്ന് നോക്കുമ്പോൾ ബാണാസുര ഡാമിൻ്റെ അത്യാവശ്യം നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് ഹിൽസിൻ്റെയും അടിപൊളി വ്യൂ ആണ്. അവിടെ ചെറുതായിട്ട് കോടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു 9 മണിയാകുമ്പോൾ റെഡിയായിട്ട് ഇറങ്ങി. ചെക്കൗട്ട് ശരിക്കും 12 മണിക്കാണ് കേട്ടോ. പക്ഷെ നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെയാണ് മീൻമുട്ടി വാട്ടർഫോൾസ്. അപ്പോൾ അവിടെ പോകാമെന്ന് പറഞ്ഞിട്ടാണ് രാവിലെ തന്നെ ഇറങ്ങിയത്. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടിയ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ടിക്കറ്റും എടുത്തിട്ട് മീൻമുട്ടി വാട്ടർഫോൾസിലേക്ക് നടക്കുകയാണ്. ഇതിൽ ആക്ച്വലി ഒരു ട്വിസ്റ്റ് ഉണ്ട്. കാരണം ഇന്നലെ നമ്മൾ ബാണാസുര പോയിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം 500 മുകളിൽ ആൾക്കാർ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഇനി ആൾക്കാരെ കടത്തി വിടുന്നില്ല എന്നാണ് അപ്പോൾ ഗാർഡ് ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷേ അതൊരു നല്ല തീരുമാനമായിരുന്നു. കാരണം രാവിലെ ഇറങ്ങിയോണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല. നമ്മൾ പിന്നീട് ഇവിടുന്ന് തിരിച്ചിറങ്ങുമ്പോഴാണ് ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. മെയ് മാസം ആയതുകൊണ്ട് തന്നെ വലിയ വെള്ളമൊന്നുമില്ല. അതുപോലെ വാട്ടർഫാളും വലിയ രീതിയിലൊന്നും ഇല്ല എന്നാണ് ഇവിടുന്ന് പറഞ്ഞത്. എന്നാലും ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു. ഞാൻ മുൻപും ഇവിടെ വന്നിട്ടുണ്ട് ടൂർ വന്നപ്പോൾ. അന്ന് പക്ഷേ നല്ല വെള്ളമുള്ള സമയമായിരുന്നു. അല്ലെങ്കിലും ഇവിടെ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. പച്ചപ്പൊക്കെ നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഒരു രസമായിരുന്നു. പിന്നെ ഇവിടെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മൾ മുകളിലേക്ക് കയറി പോകണം. ഈ പാറയുടെ മേളിൽ കൂടെ അവരിങ്ങനെ കയറ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പിടിച്ചിട്ട് കയറി പോകണം. അത് ഒരു ഇത്തിരി ടാസ്ക് ആയിരുന്നു. എനിക്ക് എൻ്റെ കൈയിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് ആക്സിഡൻ്റ് ആയിട്ട് ഇപ്പോൾ 2 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ കൈ കൊണ്ട് അധികം അനങ്ങിയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ ഇത്രയും ദൂരം അതും സാരിയൊക്കെ ചുറ്റിയിട്ട് കയറുമോ എന്നുള്ളത് ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അവിടെ കണ്ടില്ലേ, അങ്ങോട്ടേക്ക് കേട്ടോ നമ്മൾ എത്തേണ്ടത്. ഇപ്പോൾ മഴക്കാലമൊന്നും അല്ലാത്തതുകൊണ്ട് പാറയിലൊന്നും വലിയ വഴുക്കലോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതുപോലെ കയറ് കെട്ടിയിട്ടുണ്ട്. അതിലിങ്ങനെ പിടിച്ച് കയറണം എന്നുള്ളൂ. അതാണ് ഒരു ടാസ്ക്. അമ്മ ആദ്യം കയറുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ നമുക്ക് തിരിച്ചിറങ്ങണമെങ്കിൽ ഇതുവഴി കയറിയിട്ട് അപ്പുറം വഴിയാണ് തിരിച്ചിറങ്ങേണ്ടത്. അല്ലെങ്കിൽ ഇതുവരെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടർഫോളൊക്കെ ദൂരെ നിന്ന് കണ്ടിട്ട് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകണം. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നാൽ നിങ്ങൾ കയറിയിട്ട് അതുവഴി ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അച്ഛനും ഏട്ടനും എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് അമ്മ പതുക്കെ കയറാൻ തുടങ്ങി. എനിക്ക് പിന്നെ വലിയൊരു പ്രശ്നം തോന്നിയില്ല. കൈക്ക് ഞാൻ അധികം സ്ട്രെസ് കൊടുത്തില്ല. പിടിക്കാതെ തന്നെ കുറേ കയറി. പിന്നെ എനിക്ക് തീരെ പറ്റാത്ത സമയങ്ങളിൽ ഏട്ടൻ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ കയറുകയാണ് ഉണ്ടായത്. അങ്ങനെ പതുക്കെ റെസ്റ്റ് ചെയ്ത് നമ്മൾ വളരെ പതുക്കെയാണ് നമ്മൾ കയറിയത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് അമ്മ ഇങ്ങനെ കയറുന്നൊക്കെ കണ്ടപ്പോൾ. അച്ഛനാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. കൈയൊക്കെ പിടിച്ച് പതുക്കെ ഇങ്ങനെ കയറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. വെള്ളച്ചാട്ടം എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ. കുറച്ച് വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഈ ഒരു സമയമായതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷെ നമ്മൾ എന്തായാലും വന്നതല്ലേ, അപ്പോൾ അവിടെ എത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങുന്ന ഒരു വഴിയാണ് കേട്ടോ അത്. ഇവിടെയും കാണാനും ഭയങ്കര രസമാണ്. കുറച്ച് ദൂരം നടക്കേണ്ടതുണ്ട് കേട്ടോ. എന്നാലും നമുക്കെന്തോ ഭയങ്കര സന്തോഷമായി. നമ്മളെന്തോ ഒരു അഡ്വഞ്ചറായിട്ടുള്ള കാര്യം ചെയ്തൊരു ഫീൽ ഉണ്ടായിരുന്നു. മാത്രമല്ല രാവിലെ തന്നെയല്ലേ, അതുകൊണ്ട് നല്ലൊരു എക്സസൈസും ആയി. പിന്നെ പോണ വഴിക്കൊക്കെ അങ്ങനെ കുഞ്ഞു നല്ല സ്പോട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി വ്യൂ ഒക്കെ കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഏട്ടൻ്റെ വക കുറച്ച് പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വള്ളി ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ അതിൽ കയറിയിട്ട് കുറച്ച് നേരമൊക്കെ ആടി. അത് കണ്ടിട്ട് അമ്മയും ചാടിക്കയറി അതിൻ്റെ മുകളിൽ. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുള്ള പോലെ അമ്മയ്ക്ക് ഊഞ്ഞാലൊക്കെ ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ട് അവിടെ കുറച്ച് നേരം അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്തു. നമ്മൾ കാറ് കുറച്ച് താഴെയായിട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദൂരം കൂടെ അങ്ങോട്ട് നടക്കാനുണ്ട്. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരു കടയിൽ നിന്ന് ഒരു നാരങ്ങ സോഡ കുടിച്ചു. അപ്പോഴാണ് കുറച്ചൊരു എനർജി വന്നത്. ഇത് ഇന്നലെ നമ്മൾ കണ്ട ബാണാസുര സാഗർ ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെയാണ്. അത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി.
ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, പക്ഷേ എനിക്കൊരു പുതിയ അറിവായിരുന്നു. ഈ ഡാം ഇരുന്ന സ്ഥലത്ത് മുൻപ് ഒരു ഗ്രാമം, തരിയോട് എന്ന് പറഞ്ഞൊരു ഗ്രാമമായിരുന്നു. ഈ ഡാം പണിയുന്ന സമയത്താണ് അവിടെയുള്ള ആളുകളെയൊക്കെ കുടിയൊഴിപ്പിച്ചത്. ഇതെനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. നമ്മൾ താമരശ്ശേരി ചുരം വഴിയാണ് കേട്ടോ തിരിച്ചിറങ്ങുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കാണ് പൂക്കോട് ലേക്കും അതുപോലെ എന്നൂർ ട്രൈബൽ വില്ലേജൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പൂക്കോട് ലേക്കിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ്, അവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അത് കഴിഞ്ഞ് അതിൻ്റെ പുറത്തേക്കാണ് ക്യൂ ഉണ്ടായിരുന്നത്. അത്രയ്ക്ക് തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് പതുക്കെ വിട്ടു. എന്നിട്ട് നേരെ എന്നൂർ പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെയും പോയി. അവിടെയാണെങ്കിലും ഒരുപാട് ആൾക്കാരായതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് അകത്തേക്ക് ആളുകളെ കയറ്റി വിടുന്നില്ല എന്നാണ് അവിടുത്തെ ഗാർഡും പറഞ്ഞത്. അപ്പോൾ അതൊക്കെ വെറും നിരാശയായി. എന്നിട്ട് നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ വേറെ പ്ലാനൊന്നുമില്ല, അപ്പോൾ തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ച് തിരിച്ച് പോവാണ്. പിന്നെ ആകെ കിട്ടിയൊരു സന്തോഷം, നല്ല മഴയായിരുന്നു തിരിച്ചിറങ്ങുമ്പോൾ. അപ്പോൾ ഉറപ്പായിരുന്നു കുറച്ച് കോടയൊക്കെ കാണാൻ പറ്റും എന്നുള്ളത്. ഞാനാണെങ്കിലും മഴ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ലക്കിടി വ്യൂ പോയിന്റിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. മാത്രമല്ല ചുരത്തിലെ കാഴ്ചകളും നല്ല ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റിയില്ല, ഫുള്ള് കോടയായിരുന്നു. എന്നാലും കോട കിട്ടിയെന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ കാലമായിട്ട് വിചാരിച്ചിരുന്ന കാടമുട്ട, അത് ചുരത്തിൽ ഭയങ്കര ഫേമസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആ കാടമുട്ട ഫ്രൈ കഴിച്ചു. കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ കഴിച്ചു. പിന്നെ നല്ലൊരു ചായയും കുടിച്ചിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. മൊത്തത്തിൽ പറയുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊന്നും കണ്ടില്ലെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ എല്ലാവർക്കും മെമ്മറബിൾ ആയിട്ടുള്ളൊരു യാത്രയായി. അപ്പോൾ അതിലെന്തായാലും സന്തോഷമുണ്ട്. അങ്ങനെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.